നമസ്കാരം. ഇത് 5 കൊല്ലം മുമ്പ് 2021 സംഭവിക്കേണ്ടതായിരുന്നു. മലയാളിയുടെ ജീവിതത്തിൽ 5 കൊല്ലം നഷ്ടമായി. ശൈലികമട്രി ആരംഭിക്കുന്നു. ഈ പടിയടച്ച് പിണ്ടം വയ്ക്കൽ പോലുള്ള ഒരു കൂട്ടത്തോൽവി 2021 സംഭവിക്കേണ്ടതായിരുന്നു. അത്രയധികം അമർഷം ജനങ്ങൾക്കുണ്ടായെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം കള്ളക്കടത്ത് നടത്തുക, വാണിഭം നടത്തുക, സ്ത്രീ വാണിഭം തുടങ്ങി ആ 5 വർഷക്കാലം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ഭരണം എന്ന് വേണമെങ്കിൽ മുദ്രകുത്താവുന്നതായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യത്തെ 5 കൊല്ലം. പിന്നെ എന്തുകൊണ്ട് കടന്നുകൂടിയെന്ന് പറയാം. കൊറോണയിൽ ലോകം മുഴുവൻ പകച്ചുപോയി, അതോടൊപ്പം കേരളീയരും പകച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൊണ്ട് അതൊരു ആങ്കർ, ജീവിതത്തിൽ ഒരു പിടിവള്ളി സർക്കാരാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അതോടൊപ്പം ചില കിറ്റുകൾ, കടം വാങ്ങിയ പണത്തിൽ നിന്ന് ചില കിറ്റുകൾ നൽകിയപ്പോൾ ജനങ്ങളൊരു പ്രത്യുപകാരം ചെയ്തതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാമത്തെ ടേം. അല്ലെങ്കിൽ അത് അന്നേ അവസാനിക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിന് 5 വർഷം നഷ്ടപ്പെടില്ലായിരുന്നു. ഇവിടെ ഈ 5 വർഷം നഷ്ടപ്പെടുന്നതിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. CHS കൊളംബോ എന്ന് പറയുന്ന ഒരു കപ്പൽ ഇപ്പോൾ പുറംകടലിലുണ്ട്. 24/4/26 ഏപ്രിൽ 24-ാം തീയതി ഇവിടെ അൺബർത്ത് ചെയ്തതാണ്. ഇതുവരെയും പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? കപ്പലിന് അത്യാവശ്യമായ റിപ്പയർ ആവശ്യം വന്നിരിക്കുന്നു. അറ്റകുറ്റപ്പണിക്ക് സൗകര്യമില്ല. ഇനി യന്ത്രഭാഗങ്ങളൊക്കെ കൊളംബോയിൽ നിന്നോ മുംബൈയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ വന്നിട്ട് വേണം. അപ്പൊ എത്ര ദിവസമായി കപ്പൽ ഇവിടെ കിടക്കുകയാണ്. അതോടൊപ്പം MSC മോണിക്കയ്ക്കും അതുപോലെ തന്നെ ചില്ലറ ആവശ്യങ്ങളുണ്ട്. ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് 2:05 ഡിസ്ചാർജ് ചെയ്തിട്ട് കപ്പൽ പോകുന്നില്ല, പുറംകടലിലുണ്ട്. അപ്പോൾ അടിയന്തരമായി ഒരു കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, നിർമ്മാണശാലയൊക്കെ പിന്നീടാവാം, ഒരു അറ്റകുറ്റപ്പണി കേന്ദ്രം വേണമെന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലക്കാരുടെ എങ്കിലും ദീർഘനാളത്തെ ഒരു ആവശ്യത്തെ പുറന്തള്ളിയതാണ്, പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞതാണ് ഇന്ന് ശ്രീ പിണറായി വിജയൻ സർക്കാർ അനുഭവിക്കുന്ന ദുരന്തം. ഇവിടെ ജനങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ എഴുതി വെച്ചു, കപ്പൽശാല വരും, തെക്കൻ കേരളത്തിൽ കപ്പൽശാല വരും. എന്നിട്ട് കപ്പൽശാല വടക്കൻ കേരളത്തിലോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന ജനങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മാത്രമല്ല ഇവിടെ കേമന്മാർ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ കാണുന്നത് പോലെ അല്ലെങ്കിലും മറ്റൊരു തരത്തിൽ കാര്യങ്ങൾ കാണാൻ കഴിവുള്ളവരാണ് മലയാളികൾ. അവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കിട്ടാനുള്ള മാർഗങ്ങൾ പലതുമുണ്ട്. അവിടെ തന്നെ ജനങ്ങളെ കബളിപ്പിച്ച സർക്കാർ കാണിച്ചതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ജനങ്ങൾ കാണിച്ച ഐറ്റം നമ്പർ 1. ഇനിയുമുണ്ട്, ഓരോന്നായിട്ട് വരും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലാതെ പുതുതായിട്ട് അധികം പറയാനല്ല. ഇനി സോളിസ് എന്ന് പറഞ്ഞ വേറൊരു കപ്പലും കൂടെ കുറെ ദിവസം കൊണ്ട് ഒരു ഹിറ്റ് ആൻഡ് റൺ കേസിൽ പിടിക്കപ്പെട്ട ഒരു കപ്പൽ നമ്മുടെ ഫിഷറീസ് ഹാർബറിന്റെ പുറംകടലിലുണ്ട്. അവിടെ ബങ്കറിംഗ് നടന്നു. ഇങ്ങനെ ഒരു കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട ഒരു സമയമായിട്ടും ഗേറ്റ് ഇതുവരെയും തുറക്കാതെ ജനങ്ങളെ കബളിപ്പിച്ച് മാർച്ച് 18 ഇവിടെ ഒരു നാടകം നടന്നല്ലോ. 2015 മാർച്ച് 18, 2025 മാർച്ച് 18 ഇത് നാടകമാണ്. പോർട്ട് മന്ത്രി തനിക്ക് വേണ്ടപ്പെട്ട ഒരു ഉത്തരം പറയാൻ വേണ്ടി MLA ഒരു ചോദ്യം ചോദിക്കാൻ പറയുന്നു. ശ്രീ V. ജോയ് MLA ചോദ്യം ചോദിക്കുന്നു, എപ്പോഴാണ് ഗേറ്റ് തുറന്ന് കണ്ടെയ്നർ അകത്തോട്ടും പുറത്തോട്ടും പോകുന്നതെന്ന്. വകുപ്പ് മന്ത്രി ചാടി എണീറ്റ് മറുപടി പറയുന്നു, വെറും 4 മാസത്തിനകം, മാർച്ച് 18 മുതൽ വെറും 4 മാസത്തിനകം കാർഗോ അകത്തോട്ടും പുറത്തോട്ടും പോകും. ഒരു സർക്കാർ നിയമസഭ പരിപാവനമാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. നിയമസഭയുടെ വില എന്താണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ നിങ്ങൾ ഈ നാടകം, ഒത്തുകളി നടത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള കള്ളക്കളി എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കുണ്ട്. ജൂലൈ 18 പോയിട്ട് മാസങ്ങൾ എത്രയായി? അടുത്ത ജൂലൈ 1 വർഷമാകാൻ പോകുന്നു.
നിങ്ങൾ എന്താണ് വിചാരിച്ചത്? നിങ്ങൾ എന്ത് കോപ്രായം പറഞ്ഞിട്ട് വീണ്ടും വന്ന് വോട്ട് ചോദിച്ചാൽ ചാപ്പകുത്തി തരാനുള്ള മടയന്മാരാണ് മലയാളികൾ എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും കരുതിക്കൊണ്ടിരിക്കുകയാണ്. തലസ്ഥാനത്തെങ്കിലും 13 MLA-മാരെ നൽകിയ 14ൽ 13 നൽകിയ ആ സ്ഥാനത്ത് ഇന്ന് എത്ര ലഭിച്ചിരിക്കുന്നു? ഞാനിത് എടുക്കുമ്പോഴും കൗണ്ടിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 5 സീറ്റാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. ബാക്കി 7ഉം 2ഉം BJP-യും UDF-ഉം നേടി. UDF പുണ്യവാളന്മാരാണ് എന്നുള്ള യാതൊരു അഭിപ്രായവുമില്ല, യാതൊരു വിശ്വാസവുമില്ല. സേലിംഗമന്ത്രിയുടെ ശക്തമായ അന്വേഷണം ഇനി UDF സർക്കാരിനെ നേർക്കായിരിക്കും. അതുകൊണ്ട് UDF ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്ത് കളയുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. കാരണം കഴിഞ്ഞ ശ്രീ K. കരുണാകരന്റെ കാലം മുതലുള്ള UDF ഗവൺമെന്റ് എന്താണ് ഇവിടെ ചെയ്തത്? വികസനം, കൊച്ചിക്ക് വടക്കുമതി എന്ന് തീരുമാനിച്ച ആളുകളുടെ പിൻതലമുറ വീണ്ടും അധികാരത്തിൽ വരികയാണ്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ 5 കൊല്ലത്തെ നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ ശ്രീ P. രാജീവ് 16,312 വോട്ടിനാണ് തോറ്റത്. ഞങ്ങൾ ഇത്രയും വലിയ ഒരു മഹാപാതാള വീഴ്ച ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കേരളീയരെ ഇത്രയധികം ഡിവൈഡ് ആൻഡ് റൂൾ, ബ്രിട്ടീഷുകാരുടെ അതേ നയം നടപ്പാക്കി ഓരോ ജില്ലയും തമ്മിൽ വിഭജിച്ച് ഭരിക്കേണ്ടത് എങ്ങനെയാണ് തന്റെ മണ്ഡലത്തിലോട്ട് മാത്രം വികസനം കേന്ദ്രീകരിപ്പിക്കുക എന്നുള്ളത് വളരെ വിജയകരമായി നടപ്പാക്കാൻ ശ്രമിച്ച മനുഷ്യനാണ്. പെരുമ്പാവൂർ തലസ്ഥാനത്താണെന്ന് എഴുതി വെച്ചുകൊണ്ട്, സർക്കാർ രേഖകളിൽ എഴുതി വെച്ചുകൊണ്ട് ബ്രഹ്മോസ് ഇവിടെ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ടുപോകാൻ തീരുമാനിച്ച തുടങ്ങി ഒരു നിക്ഷേപം പോലും തലസ്ഥാനത്ത് വരരുത് എന്ന് തീരുമാനമെടുത്ത 6250 കോടി രൂപയാണ് ഇവിടെ നടന്ന കോൺക്ലേവിൽ വന്ന വാഗ്ദാനം. അതിൽ 5 പൈസയുടെ നിക്ഷേപം പോലും ഇവിടെ വരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ആളാണ് ശ്രീ P. രാജീവ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് പോലും സംശയമാണ്. ഇങ്ങനെ ജനങ്ങളെ വിഘടിപ്പിക്കുകയല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഓരോ പ്രദേശത്തിനും അനുകൂലമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരമാവധി ഒരു MLA-ക്ക് പ്രാദേശികമായി ചിന്തിക്കാം. പക്ഷെ ഒരു മന്ത്രിക്ക് ഒരിക്കലും പ്രാദേശികമായി ചിന്ത പാടില്ല. അത് ഇതുപോലുള്ള പാതാളക്കുഴിയിലോട്ടുള്ള വീഴ്ചയായിരിക്കും അവനവന് കേരളീയർ അനന്തപുരിക്കാരല്ല കേരളീയർ നൽകുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. 1 സെന്റ് ഭൂമി ഈ പ്രോജക്റ്റിന്റെ പേരിൽ ഈ നിമിഷം വരെ പ്രോജക്റ്റിന് പുറത്തു വാങ്ങിയിട്ടില്ല എന്നും അദ്ദേഹം ഉറപ്പാക്കി. അദ്ദേഹത്തിനാണ് KSIDC-യും കിൻഫ്രയും എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലാണ്. 1 സെന്റ് ഭൂമി വാങ്ങരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചതാണ് ഇറങ്ങിപ്പോകുമ്പോഴും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പല കാര്യങ്ങളിലും വ്യവസായ വകുപ്പ് ഈ നഗരത്തെ നശിപ്പിക്കുവാനെടുത്ത തീരുമാനത്തിന് തിരിച്ചടി നൽകിയ കളമശ്ശേരി മണ്ഡലത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി നമുക്ക് മുഖ്യമന്ത്രിയിലോട്ട് വരാം. ഇവിടെ 140 ദിവസത്തെ സമരം തുറമുഖത്തിനെതിരെ സൃഷ്ടിച്ചയാളാണ് ശ്രീ പിണറായി വിജയൻ. എന്തിനാണ്? അതിലൂടെ ഒരു സമരം അടിച്ചമർത്തി അല്ലെങ്കിൽ സമരം ഇല്ലാതാക്കിയതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കും. അങ്ങനെ തലസ്ഥാനത്തെ തകർത്തയാളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം. ധർമ്മടം മണ്ഡലത്തിലും പിണറായി എന്ന് പറയുന്ന പ്രദേശത്തുമാണ് വികസനം നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ചയാളാണ് ആ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഇവിടെ തലസ്ഥാനത്ത് ഒരു ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന എത്രയോ നാളായിട്ടുള്ള ഒരു ആശയം, അതിന്റെ പേരിൽ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു, എത്രയോ കുടുംബങ്ങൾ ഇന്നും കണ്ണീര് കുടിക്കുന്നു. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ചെറുവിരലനക്കാൻ കഴിയാതെ പോയ 10 വർഷം പാഴാക്കിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അതുപോലെ നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടുത്തെ കപ്പൽശാല ബജറ്റിൽ എഴുതി വെച്ചതാണ്. അതെന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് ചോദിക്കുവാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹം യോഗ്യനാണോ? ബജറ്റിൽ പറഞ്ഞൊരു കാര്യം നടപ്പാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഇന്നുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ റെയിൽ കണക്ടിവിറ്റി, റോഡ് ഇന്നുവരെ NH-ലോട്ട് കണക്ട് ചെയ്തിട്ടില്ല. 10 വർഷം തുറമുഖം നിർമ്മാണം തുടങ്ങി 10 വർഷം. 2015 നിർമ്മാണം തുടങ്ങിയ തുറമുഖത്തിന്റെ ഗേറ്റ് ഇപ്പോഴും തുറന്നിട്ടില്ല, റോഡ് കണക്ട് ചെയ്തിട്ടില്ല. ഇത്രയും ഗതികെട്ട ഒരു ഭരണം കേരളം കണ്ടു കാണില്ല. നേരത്തെ സേലിംഗമന്ത്രി പറഞ്ഞതാണ്, ഇത്രയും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രി കേരളം ഇതുവരെ ഭരിച്ചിട്ടുണ്ടാകില്ല. മലയാളികൾ വെറും പൊട്ടന്മാരാണ് എന്ന് തീരുമാനിച്ചൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ വ്യവസായ മന്ത്രിയും ഭരണത്തിന്റെ അവസാന നാളുകളിൽ നടത്തിയ നാടകം
ഒരാൾ 10 കോടി രൂപ ചെലവഴിച്ചാണ് ഡാവോസിൽ പോയിട്ട് ഡാൻസ് കളിച്ച് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ സാറ്റലൈറ്റുകളെയുമായി കൂട്ടിക്കൊണ്ടുപോയി വന്നിട്ട് എന്താണ് പറഞ്ഞത്? 1,18,000 കോടി രൂപയുടെ നിക്ഷേപം ദാ ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ ജയിച്ചിരുന്നെങ്കിൽ, LDF അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കും 3 ലക്ഷം കോടി, ഏതോ ഒരു പുണ്യവാളൻ ഇവിടെ വന്ന് കേരളത്തിൽ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ഇതൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേരളീയരോട് ഈ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത മനുഷ്യന്റെ പേര് നിങ്ങൾ വ്യക്തമാക്കണം, നിങ്ങൾ പുറത്തു വരണം. നിങ്ങളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിത് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ മലയാളികളെ കൊന്നു കുഴിച്ചു മൂടിയ 10 വർഷത്തിനാണ് ഇന്നലെ അന്ത്യം കുറിച്ചത്. അതിന് വോട്ടുകളിലൂടെ പ്രതികാരമർപ്പിച്ച കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് സ്റ്റെയിലിംഗ് കമ്മിറ്റി കടപ്പെട്ടിരിക്കുന്നു. അവരെ അഭിവാദ്യം ചെയ്യുന്നു.